ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. നമ്മൾ ഉരുളക്കിഴങ്ങും റവയും വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അത് നല്ല സോഫ്റ്റുമായിട്ടിരിക്കും. ഇതൊരു പാർട്ടി സ്നാക്കോ സ്റ്റാർട്ടറൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് ഈ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. പൊട്ടറ്റോ ഫിംഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ വെച്ചാണ് വേവിച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിൽ വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ തൊലി കളയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു ചൂടോടെയൊക്കെ പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വെള്ളം കെട്ടിയ പോലെ ഇരിക്കും. ഇനി നമുക്ക് തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് റവ. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പാൻ ഒന്ന് സ്റ്റവിൽ വെച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ റവ റെഡിയാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. റവ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കയ്യോ സ്പൂണോ ഉപയോഗിച്ച് അതിലെ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് ഒന്ന് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. ഇപ്പോൾ റവയൊക്കെ ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം, റവയിൽ നമ്മൾ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളകൊന്നും അധികം ചേർക്കണ്ട, എരിവ് കുറച്ച് ചേർത്താൽ മതി. നിങ്ങൾക്ക് ചാട്ട് മസാല ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാട്ട് മസാല ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടൊന്ന് കൈകൊണ്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ ഉണ്ട എടുത്ത് കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലുള്ള നീളത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീളം കുറവ് മതിയെങ്കിൽ ചെറുതാക്കി വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ വറുക്കാനുള്ളതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തെടുക്കുന്നതാണ് നല്ലത്. കുറേ സമയം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ വറുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഇത് വറുക്കാനായിട്ട് നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ പാകത്തിന് ചൂടായോ എന്നറിയാനായിട്ട് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ റവ മിക്സിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം.
ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇതുപോലെ പെറുക്കിയിട്ട് കൊടുക്കാം. കൂടുതൽ കുത്തി നിറച്ച് വേണ്ട, ഒരു 3-4 എണ്ണം വെച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും. പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇട്ടതിന് ശേഷം ഒരു ഹൈ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കുക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇടയ്ക്ക് മീഡിയം ഫ്ലെയിം ആക്കുക, ഇടയ്ക്ക് കൂട്ടി വെക്കുക, അങ്ങനെ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു സൈഡ് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ തിരിച്ചിടാം. നമ്മൾ തിരിച്ചിടുമ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം അതും തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞൊക്കെ പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ രണ്ട് സൈഡും മൂത്ത് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കിച്ചൺ ടിഷ്യൂ ഇട്ടൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ഫിംഗേഴ്സ് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. വാവ്, ഇത് വളരെ ടേസ്റ്റിയാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതൊരു പാർട്ടി സ്നാക്കും സ്റ്റാർട്ടറും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചൂടോടുകൂടെ ടൊമാറ്റോ സോസ്, ഗ്രീൻ ചട്നി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.